രാത്രികാല അപകടങ്ങളിൽ പെടാതെ യാത്രക്കാരെ രക്ഷിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു നല്ല പ്രവൃത്തിയുണ്ട് കൊല്ലത്ത്. വാഹനം ഓടിക്കുന്നതിനിടെ ഉറക്കം വരുന്ന ഡ്രൈവർമാരുടെ ഉറക്കം ഒഴിവാക്കാൻ രാത്രി പുലരുവോളം ചുക്കുകാപ്പി വിതരണം ചെയ്യുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ട്രാക്ക് എന്ന സംഘടന. രാത്രി 12-ന് ആരംഭിക്കുന്ന ചുക്കുകാപ്പി വിതരണം രാവിലെ വരെ നീളും. കൊല്ലം ബൈപ്പാസിൽ ട്രാക്ക് നടത്തുന്ന ചുക്കുകാപ്പി വിതരണത്തെക്കുറിച്ച് കണ്ണൻ നായരും ഷാനവാസ് പരീദും ചേർന്ന് തയ്യാറാക്കിയ ആ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. രാത്രികാലങ്ങളിൽ കൊല്ലം ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു കാഴ്ച കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകാൻ സാധിക്കും. കാര്യം രാത്രിയിൽ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഒരു പ്രവൃത്തിയാണ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു സംഘടന. മോട്ടോർ വാഹന വകുപ്പിൻ്റെ കീഴിൽ കൊല്ലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനയുടെ പ്രവർത്തകരാണ് രാത്രിയിൽ ഉറക്കമുളച്ച് ഇത്തരത്തിലുള്ളൊരു പദ്ധതി നടപ്പാക്കുന്നത്. കാര്യം അവർക്ക് വേറൊന്നുമല്ല, അവിടുത്തെ ആൾക്കാർക്ക് ഈ യാത്ര ചെയ്ത് വരുന്ന ക്ഷീണിച്ച് വരുന്ന ആൾക്കാർക്ക് ചുക്കുകാപ്പി വിതരണം എന്നുള്ളതാണ്. 1-2 അല്ല 10 വർഷമായി ട്രാക്ക് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ കണ്ടതാണ്. 4 ജീവനുകളാണ് നഷ്ടമായത്. ഉറക്കം ഒരു ചെറിയ സെക്കൻഡിലൊരു കണ്ണടഞ്ഞു പോയി. അങ്ങനെ 4 ജീവനുകൾ നഷ്ടമായ ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണ്. ഇപ്പോൾ ഇതിൻ്റെ സംഘാടകനായിട്ടുള്ള ജോയിന്റ് RTO ശരത്ചന്ദ്രൻ സാറുണ്ട്. ഇപ്പം 10 വർഷമായല്ലേ? അതെ 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 കുറേയേറെ ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും രക്ഷിക്കാൻ സാധിച്ചു. അതിൻ്റെ കണക്ക് നമുക്ക് രക്ഷിക്കുന്നതിൻ്റെ കണക്കുകൾ കിട്ടാറില്ല. അപകടങ്ങൾ പറ്റി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് പേരുടെ ജീവനുകൾ ഈ ഒരു പ്രവൃത്തി മൂലം രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. 2014 ഓഗസ്റ്റിലാണ് ട്രാക്ക് എന്ന് പറയുന്ന സൊസൈറ്റി മോട്ടോർ വാഹന വകുപ്പിൻ്റെ കീഴിൽ രൂപീകൃതമാകുന്നത്. അന്ന് ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷനായിരുന്ന ഋഷാദ് സിംഗ് സാറിൻ്റെ ഒരു ആശയമായിരുന്നു ഈ ഒരു സൊസൈറ്റി രൂപീകരിച്ച് ട്രെയിനിങ് നൽകി ആളുകളെ റോഡ് അപകടങ്ങൾ വാഹനാപകടത്തിൽപ്പെട്ട് കിടക്കുന്നവർക്ക് രക്തമാർന്ന് മരിക്കരുത് എന്നൊരു ആശയത്തോടുകൂടി തുടങ്ങിയതാണ്. അതിനുശേഷം ഈ സൊസൈറ്റി വാഹന അപകടങ്ങൾ കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളിലും കൂടെ ഏർപ്പെടുവാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചുക്കുകാപ്പി വിതരണം നമ്മൾ കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കി വരുന്നത്. വളരെയേറെ അനുഭവങ്ങൾ നമുക്ക് ഈ വണ്ടി നിർത്തുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. പല ആൾക്കാരും ഉറങ്ങി വന്ന് നിൽക്കുന്ന ഒരവസ്ഥ വരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡിസംബർ മാസം നമ്മൾ ഉദ്ദേശിക്കുന്നത് 2014 ഡിസംബർ മാസം 31-ാം തീയതി കഴിഞ്ഞ് ജസ്റ്റ് ജനുവരി 2015 ജനുവരി 1-ാം തീയതി എന്ന് തന്നെ നമുക്ക് പറയാം. 6 കുട്ടികൾ ചാത്തന്നൂർ വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ട്രാക്ക് രൂപീകൃതമായ അതിനുശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അപകടമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഓരോ വർഷത്തിൻ്റെയും ഓരോ മാസങ്ങളിലുണ്ടാകുന്ന അപകടങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ മരണപ്പെടുന്നത്. കാരണം വേറൊന്നുമല്ല, ഡിസംബർ മാസങ്ങളിൽ ഒരുപാട് ട്രാഫിക് ഫ്ലോ ഒരുപാട് ഉണ്ടാകുന്നതാണ്. ന്യൂ ഇയറിൻ്റെ ട്രാഫിക് ഫ്ലോ, ശബരിമല, അതേ കണക്ക് തന്നെ ശിവഗിരി തീർത്ഥാടനം, ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെയൊക്കെ ഒരു മാസം എന്ന് പറയുന്നത് ഡിസംബർ മാസം തന്നെയാണ്. അപ്പം ട്രാഫിക് ഫ്ലോ സ്വാഭാവികമായിട്ടും ഒരുപാടുണ്ടാവും. അത് തന്നെയാണ് അപകടങ്ങൾ ഏറ്റവും കൂടുതൽ. അത് തന്നെയാണ് ഞങ്ങൾ ഡിസംബർ മാസം ഇങ്ങനെ ഒരു പ്രവൃത്തി ഏറ്റെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം ഒരു കൊല്ലം ജില്ലയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടക്കുന്നത്. മറ്റുള്ള പ്രദേശങ്ങളിലൊന്നും ആ ഒരു പ്രവൃത്തി കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ ഈ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.